ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും തന്നനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കട്ടെ. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് 1 പത്രോസ് 5-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ വാക്യങ്ങളിൽ കടന്നു പോയിട്ട് അതിലടങ്ങിയിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ആത്മീയ മൂല്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പല വിഷയങ്ങളെപ്പറ്റി ചിന്തിപ്പടയാക്കി തീർത്തു. ഇന്ന് ഈ 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ പഠനം ഇന്നിവിടെ തീർക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 8-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്: നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കും. 2 പദപ്രയോഗങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. 1 നിർമ്മതരായിരിപ്പീൻ, 2 ഉണർന്നിരിപ്പീൻ. നിർമ്മതരായിരിപ്പീൻ എന്ന് പറയുമ്പോൾ ബി സെൽഫ് കൺട്രോൾ, അതായത് നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിച്ചു നിർത്തുവീൻ എന്നാണ് നിർമ്മതരായിരിപ്പീൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങളെ തന്നെ സ്വയം നിയന്ത്രിക്കണം. സ്വയമേ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിയന്ത്രിച്ച് നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളായിരിക്കണം എന്ന് ഉറപ്പിക്കുകയാണ്. രണ്ടാമത് പറയുന്നത് ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിപ്പീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നവർ ഉറങ്ങുകയായിരുന്നു, ഇനി ഉണരുവീൻ എന്നല്ല, മറിച്ച് ജാഗരൂകരായിരിപ്പീൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ബി അലേർട്ട്, ബി വാച്ച്ഫുൾ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ അവരുടെ എല്ലാ സംവിധാനങ്ങളുമായിട്ട് ആയുധങ്ങളുമായിട്ടൊക്കെ അതിർത്തി എങ്ങനെ സംരക്ഷിക്കുന്നുവോ, എങ്ങനെ കാവൽ നിൽക്കുന്നുവോ, അതേമാതിരി നിങ്ങൾ ജാഗരൂകരായിരിപ്പീൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? എന്തുകൊണ്ടാണ് നിങ്ങളെ തന്നെ സ്വയം നിയന്ത്രിച്ച് ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? കാരണം ഇവിടെ പത്രോസ് പറയുന്നത് നിങ്ങളുടെ ശത്രുവായിരിക്കുന്ന, നിങ്ങളുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാച് ഏത് സമയത്തും ഒരാക്രമണം അഴിച്ചുവിടുവാനായിട്ട് സാധ്യതയുണ്ട്. ഒന്ന്, നിങ്ങൾ വിശ്വാസത്തിലായിരിക്കുന്നതുകൊണ്ട് ഏത് സമയത്തും നിങ്ങളുടെ മേൽ ആക്രമണം അഴിച്ചിടുവാൻ സാധ്യതകൾ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാലുക്കളായി, ജാഗരൂകരായിട്ട്, കർമ്മനിരതരായിട്ട് സ്വയം നിയന്ത്രിച്ച് മുമ്പോട്ട് നിൽപ്പീൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 10 പദമുണ്ട്. പ്രതിയോഗിയായിരിക്കുന്ന പിശാച്, അതായത് ലീഗൽ ഒപ്പോണൻ്റ് എന്നാണ് ആ വാക്കിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത്. നമുക്ക് എതിരായി നിൽക്കുന്ന വ്യക്തി. 3 പ്രാവശ്യം പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് തന്നെ ഈ പിശാചിനെ ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിശാചിനെ വിളിക്കുന്ന പേരാണ്, കർത്താവ് വിളിച്ച പേരാണ് ഈ ലോകത്തിൻ്റെ പ്രഭു. അപ്പോൾ ഇവന് ഏത് സമയത്തും വിശ്വാസികൾക്ക് നേരെ ഒരു ആക്രമണം അഴിച്ചുവിടുവാനായിട്ട് സാധ്യതകൾ ഉണ്ട്. അത് പല നിലകളിലായിരിക്കും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. സാത്താൻ്റെ പദ്ധതികൾ പല രീതിയിൽ കൂടിയാണ്, പല മേഖലകളിൽ കൂടിയാണ് ആക്രമിക്കുന്നത്. ഒരു മേഖലയിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത മേഖലയിൽ കൂടി എപ്പോഴും ഇങ്ങനെ സമൂഹത്തിനെതിരെ ഇങ്ങനെ ആക്രമണങ്ങൾ അഴിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അത് കാണുവാൻ കഴിയുന്നുണ്ട്. സഭാജീവിതത്തിലും കുടുംബ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ നമുക്ക് പലതുമായിരിക്കുന്ന നിലകളിലുള്ളായിരിക്കുന്ന ആക്രമണങ്ങളാണ് സാത്താൻ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പിശാചിനെപ്പറ്റി പഠിക്കുമ്പോൾ 2 പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 സാത്താൻ എന്നും 2 പിശാചെന്നും നാം പറയാറുണ്ട്. സേറ്റൻ അല്ലെങ്കിൽ ഡെവിൾ, ഇത് 2 നമ്മൾ പറയാറുണ്ട്. ഈ സാത്താൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എതിരാളിയായി നിൽക്കുന്ന വ്യക്തി, എനിക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നാണ് സാത്താൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പിശാച് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവൻ, എനിക്കെതിരെ ആക്രമണങ്ങൾ ഉന്നയിക്കുന്നവൻ എന്നാണ്. ഇത് രണ്ടും ഒരു വ്യക്തി തന്നെയാണ്, പക്ഷേ 2 രീതിയിലാണ്
അവൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ഒന്ന് അഡ്വേഴ്സറിയാണ്, രണ്ട് അക്യൂസറാണ്. നമുക്കെതിരെ ആരോപണങ്ങളും ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന വ്യക്തിയാണ്. ഈ സാത്താൻ പല വേഷത്തിലും പല ഭാവങ്ങളിൽ കൂടിയാണ് ചരിത്രത്തിൽ പ്രത്യക്ഷമായിട്ടുള്ളത്. എപ്പോഴും ഒന്നു തന്നെ ആയിരിക്കത്തില്ല, പല പല സ്ട്രാറ്റജിയിലാണ്, പല മേഖലകളിൽ കൂടിയാണ് രംഗത്ത് വരുന്നത്. ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഏദൻ തോട്ടത്തിൽ പ്രത്യക്ഷമായത് ഒരു പാമ്പിൻ്റെ രൂപത്തിലാണ്. ഒരു പാമ്പായിട്ട് പ്രത്യക്ഷമായിട്ട് ആദമിനോടും അവയോടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഡയലോഗുകളാണ്. അപ്പോൾ അവിടെ സംസാരത്തിൽ കൂടി എന്താണ് ചെയ്യുന്നത്? അവയെ മോഹിപ്പിക്കുക, പ്രലോഭനം നടത്തി അവളെ മോഹിപ്പിച്ച് വീഴ്ത്തുക എന്നുള്ളതായിരുന്നു സാത്താൻ്റെ പദ്ധതി. ഇപ്പോൾ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവീയ വ്യവസ്ഥയിൽ നിന്നും താഴെ കളയുക, വീഴ്ത്തിക്കളയുക എന്നത് സാത്താൻ്റെ പദ്ധതിയാണ്. അത് എല്ലാ കാലത്തും സാത്താൻ്റെ പദ്ധതിയാണ്. ഒരാൾ വിശ്വാസത്തിൽ മുന്നേറുന്നു, ദൈവഭക്തിയിൽ ആയിരിക്കുന്നു എന്നറിയുമ്പോൾ ഏതെങ്കിലും നിലകളിൽ സാത്താൻ അവനെ താർക്കുവാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നാം തിരുവെഴുത്ത് വായിക്കുന്നുണ്ട്, സാത്താൻ്റെ പദ്ധതികളെ നിങ്ങൾ തിരിച്ചറിയാത്തവർ അല്ലല്ലോ എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ സാത്താൻ ചരിത്രത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചതെന്നുള്ളത് വിശ്വാസ സമൂഹത്തിന് അറിയാം. അതുകൊണ്ട് അറിയാത്തവരല്ലല്ലോ, അത് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജാഗരൂകരായിരിപ്പീൻ എന്ന് പറയുകയാണ്. രണ്ടാമതായിട്ട് സാത്താൻ്റെ കംപ്രവേഷൻ ചെയ്യുന്നത് ആത്മീയ മണ്ഡലത്തിലോട്ട് ചിന്തിക്കുമ്പോൾ ഒരു വെളിച്ചദൂതൻ്റെ വേഷത്തിലാണ് സാത്താൻ പ്രവേശിക്കുന്നത്. വെളിച്ചദൂതൻ്റെ ലക്ഷണത്തിൽ 2 കൊരിന്ത്യർ 11:14 നാം വായിക്കുന്നുണ്ട്, അവൻ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ പ്രത്യക്ഷമാകും. കണ്ടാൽ ദൂതനാണെന്ന് തോന്നും, പക്ഷെ അവനെ പറയുന്ന പേരെന്താണ്? വെളിച്ചദൂതൻ്റെ വേഷത്തിൽ പ്രത്യക്ഷമായിട്ട് വിശ്വാസികളെ അത് ആത്മീയത്തിൽ നിന്നും പതറിപ്പിക്കും. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥമായ ദൈവദൂതനാണോ അല്ലയോ? വിശ്വാസ സമൂഹം തെറ്റിദ്ധരിച്ചു പോകുന്നു. അപ്പോൾ ഇത് ദൈവിക ഇടപാടാണ്, ദൈവിക പദ്ധതിയാണ്, ദൈവദൂതനാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവനെ ആരാധിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. മൂന്നാമത്തെന്ന് പറയുമ്പോൾ വിശ്വാസികളിലേക്ക് കടന്നു വരുന്ന ഇതാണ് പത്രോസിലൂടെ പറയുന്നത്. എങ്ങനെയാണ്? അലറുന്ന സിംഹം പോലെ. അപ്പോൾ ഒന്നാമത്തത് ഒരു പാമ്പായിട്ടും, രണ്ടാമത് വെളിച്ചദൂതൻ്റെ വേഷത്തിലും, മൂന്നാമത് അലറുന്ന സിംഹം പോലെയും പ്രത്യക്ഷമാകും. മൂന്നാമത്തെ ഈ സാത്താൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ആക്രമിക്കുക, തകർത്ത് കളയുക, ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം സാത്താന്യ പദ്ധതികളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങൾ സാത്താൻ്റെ പദ്ധതികളെ തിരിച്ചറിയാത്തവർ അല്ലല്ലോ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഒരു കാരണവശാലും വിശ്വാസ സമൂഹം സാത്താനുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി വേണം സാത്താനുമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുവാനായിട്ട്. കാരണം അപകടകാരിയാണ്. സാത്താനോട് എതിർത്ത് നിൽപ്പാനാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവനോട് യുദ്ധം ചെയ്യുവാനല്ല, അവനോട് എതിർത്ത് നിൽക്കുക. അപ്പോൾ എതിർത്ത് നിൽക്കുവാൻ വേണ്ടി എന്താണ് നാം ചെയ്യേണ്ടത്? എങ്ങനെയാണ് നാം എതിർക്കുന്നത്? ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാത്താൻ പേടിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം എന്ന് പറയുന്നത് തിരുവെഴുത്തും പ്രാർത്ഥനയുമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവസേനയിൽ പോരാടുന്ന ഒരു വ്യക്തിയോട് സാത്താൻ പെട്ടെന്ന് അടുത്ത് വരികയില്ല. അത് പേടിയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിട്ടിരിപ്പീൻ. പ്രാർത്ഥനയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് പ്രാർത്ഥനയെ നിങ്ങൾ ഉച്ചരിപ്പീൻ. അതാണ് സാത്താനോട് പോരാടുവാനുള്ള അറിയിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് സാത്താന്യ വിഷയങ്ങളിൽ നാം വളരെ ഗൗരവത്തോടുകൂടി ജാഗരൂകരായി വേണം മുമ്പോട്ട് പോകേണ്ടത് എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പത്രോസ് പറയുന്നു, അതുകൊണ്ട് ഏത് സമയത്തും സിംഹം അലറി വീഴുന്നത് പോലെ. സിംഹം എന്തിനു വേണ്ടിയാണ് അലറി വീഴുന്നത്? അവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നമ്മളെ ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളതാണ് അവൻ്റെ പദ്ധതി. അതേമാതിരി ഏത് സമയത്തും
നിങ്ങളുടെ മേൽ സാത്താൻ ചാടി വീഴുവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ വിശ്വാസ സമൂഹം നീറോ ചക്രവർത്തിയുടെ പീഡനത്തിൽ കൂടി കടന്നു പോവുകയാണ്. ലോകത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുകയാണ് രാജാക്കന്മാരിൽ കൂടി. ഇപ്പോൾ സാത്താൻ അതേ തന്നെ ആക്രമണം അഴിച്ചുവിടുവാനായിട്ട് സാധ്യത. അപ്പോൾ രണ്ട് മേഖലയിൽ കൂടി ഇവർ ഭയങ്കര കഷ്ടങ്ങൾ കടന്നു പോകുമ്പോൾ പത്രോസ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്, നിങ്ങൾ ജാഗരൂകരായിരിപ്പീൻ, ഏത് നിലയിലാണ് ആക്രമണം വരുന്നതെന്ന് അറിയുകയില്ല. അതുകൊണ്ട് സാത്താൻ്റെ പദ്ധതികൾ നിങ്ങൾക്കറിയാം, ഓർത്തിരുന്നു കൊള്ളണം, അവനോട് എതിർത്ത് നിൽപ്പീൻ എന്ന് പറയുകയാണ്. ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്, കേവലം കഥയാണ്. അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെ കയറാൻ വേണ്ടി പർവ്വത ആരോഹണത്തിന് പോയ വഴിക്ക് തണുപ്പിനകത്ത് ഒരു അത്യുഗ്ര വിഷമുള്ളായിരിക്കുന്ന പാമ്പ് കിടക്കുക. പോയ സമയത്ത് ഈ പാമ്പ് ഈ മനുഷ്യനോട് പറയുകയാണ്, ഞാനിവിടെ തണുത്ത് വിറച്ച് കിടക്കുകയാണ്, നീ എന്നെ കൂടെ എടുത്ത് നിൻ്റെ സൂട്ടിൻ്റെ പോക്കറ്റ് ഇടണം, ഞാനവിടെ മര്യാദയ്ക്ക് കിടന്നുള്ളത്, എന്നെ ഒന്നും ചെയ്യത്തില്ല, എന്നെ തണുപ്പില്ലാത്ത നീ അവിടെ കൊണ്ടുപോകണമെന്ന് പറയും. ഉടനെ പാമ്പിൻ്റെ വാക്ക് കേട്ട് അവനെന്ത് ചെയ്തു, കഷ്ടം തോന്നി, പാപം തോന്നി, ഇതിനെ എടുത്ത് അവൻ്റെ സൂട്ടിൻ്റെ പോക്കറ്റ് ഇട്ടു. അങ്ങ് പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നപ്പോൾ ഇതിനെ എടുത്ത് വെളിയിൽ വിടുകയും അത് ചാടി കുത്തുകയും കൂടെ ചെയ്തു. ഒത്തിരി വിഷമുള്ളതാണ്. ഉടനെ ആ മനുഷ്യൻ ചോദിച്ചു, നീ എന്നോട് പറഞ്ഞത് എന്താണ്? ഞാൻ നിന്നെ കൊത്തത്തില്ല എന്നല്ല നീ എന്നോട് പറഞ്ഞത്, പിന്നെ എന്തിനെങ്ങനെ ചെയ്തത്? ഉടനെ പാമ്പ് പറയാണ്, നീ എന്നെ പൊക്കിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണ് നിനക്ക് അറിയാമായിരുന്നു. ഞാൻ വിഷമുള്ള വ്യക്തിയാണ്, ഞാൻ കൊത്തുന്ന വ്യക്തിയാണ്, എൻ്റെ സ്വഭാവം അതുതന്നെയാണെന്ന് നിനക്ക് അറിയാമായിരുന്നു. അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നീ എന്നെ എടുത്തത്? ഇതാണ് സാത്താൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ആദ്യം സാത്താൻ ഓരോ ഭാഗങ്ങൾ കടന്നതിനും വളരെ ശാന്തമായി സമാധാനത്തോടെ ആയിരിക്കും ഇടപെടുന്നത്. പിശാച് എപ്പോഴും അങ്ങനെ ആയിരിക്കും. എന്നാൽ ചില സമയം കഴിയുമ്പോൾ സാത്താൻ്റെ ആയിരിക്കുന്ന പദ്ധതികൾ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഇവിടെ പത്രോസ് പറഞ്ഞു, നിങ്ങൾ ജാഗരൂകരായിരിപ്പീൻ, ശ്രദ്ധയോടെ ഇരിപ്പീൻ, അലറുന്ന സിംഹത്തെ പോലെ അടിച്ച് താർക്കുവാനായിട്ട് നമ്മുടെ പദ്ധതികളെ, നമ്മുടെ അതേ ആത്മീയ നിലവാരങ്ങളെ താർച്ചളവാനായിട്ട് സാത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്ന് ഓർപ്പിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ കടന്നിരുമ്പോൾ 9-ാം വാക്യത്തിൽ, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. വീണ്ടും പത്രോസോട് ഓർപ്പിക്കുന്നത്, നിങ്ങൾക്ക് മാത്രമല്ല കഷ്ടതകളും ഉപദ്രവങ്ങളും സാത്താനിക ആക്രമണം ഉണ്ടാകുന്നത് ലോകത്തിലുള്ള സകല വിശുദ്ധന്മാർക്കും ഈ നിലയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരിൽ നിന്നുള്ള ആക്രമണങ്ങളും സാത്താനിക ആക്രമണങ്ങളും ഇതെല്ലാം സകല വിശുദ്ധന്മാരും അനുഭവിച്ചിട്ടുണ്ട്. ആ വഴിയിൽ കൂടെ എല്ലാവരും സഞ്ചരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ സകലരും രണ്ട് കാര്യങ്ങൾ ഓർക്കണമെന്ന് പത്രോസിലൂടെ ഓർപ്പിക്കുക ഈ വാക്യത്തിൽ. ഒന്ന്, നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവർ ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പ് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ വിശ്വാസത്തിൽ, അറിഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കും ഓർപ്പിക്കുക. എന്ന് വെച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിട്ടുകളയുകയല്ല, മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം വിട്ടുകളയാറുണ്ട്, ഓടിപ്പോകാറുണ്ട്. എന്നാൽ ഇവിടെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കും, പതറിപ്പോകരുത് എന്ന് ഓർപ്പിക്കുകയാണ്. രണ്ടാമത്, നിങ്ങൾ എന്ത് ചെയ്യണം? സാത്താനോട് എതിർത്ത് നിൽക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. അവനോട് എതിർത്ത് നിൽപ്പീൻ. എങ്ങനെയാണ് നമുക്ക് എതിർക്കുവാൻ കഴിയുന്നത്? ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനയല്ലാതെ വേറൊരു ഉപകരണം, ആയുധം നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ്. ദൈവം എത്രമാത്രം പഠിക്കുന്നുവോ, എത്രമാത്രം ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുന്നുവോ, അതൊക്കെയാണ് നമ്മുടെ ആയുധവർഗം എന്ന് പറയുന്നത്. എന്നാൽ അവനെ അറ്റാക്ക് ചെയ്യുവാൻ, സാത്താനെ അറ്റാക്ക് ചെയ്യുവാനല്ല നമ്മെ പത്രോസ് ഓർപ്പിക്കുന്നത്, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്, എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഓർപ്പിച്ച പോലെ നമ്മുടെ ആയുധം എന്താണ്? നമ്മുടെ ആയുധം പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. പ്രാർത്ഥനയിൽ അധിക സമയം ചെലവിടുക. അത് കുടുംബ പ്രാർത്ഥനയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥന വേണം, സഭയിലുള്ളായിരിക്കുന്ന കൂട്ടായ്മകൾ വേണം, അതെല്ലാം വേണം. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ മാത്രം ഏകരായി മുട്ടന്മേലിരുന്നുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈവമായിട്ട് സംസാരിക്കാനായിട്ടുണ്ട്.
ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ വേണ്ടിയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലേ? ഒരുപാട് കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയാൻ ദൈവം നമുക്കില്ലേ? നമ്മൾ നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, നമ്മുടെ കുടുംബത്തെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ ജോലിയെ ഓർത്ത്, ആരോഗ്യത്തെ ഓർത്ത്, ബന്ധുക്കളെ ഓർത്ത്, എന്തെല്ലാം വിഷയങ്ങളെ ഓർത്ത് കേവലം സ്തോത്രമെന്ന് പറയാൻ വേണ്ടി തന്നെ എത്ര സമയമെടുക്കും? കർത്താവേ, ഇന്ന വിഷയങ്ങൾക്കായി സ്തോത്രം, ഇങ്ങനെ എന്നോട് കാണിച്ച നന്മയ്ക്കായി സ്തോത്രം, സൗകര്യങ്ങൾക്കായി സ്തോത്രം, വിടുവിച്ചനായ സ്തോത്രം. സ്തോത്രം തന്നെ കൊടുക്കാനായിട്ട് എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ദിവസം ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജം എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയിൽ കൂടെ കിട്ടുന്ന ഊർജമാണ് നമ്മുടെ ആത്മജീവിതത്തിൻ്റെ മുന്നേറുവാനായിരിക്കുന്ന ആ ഇന്ധനം എന്ന് പറയുന്നത്. അത് നാം സംഭരിച്ചേ മതിയാകുകയുള്ളൂ. മറ്റുള്ളവർ പ്രാർത്ഥിച്ചല്ല നമുക്ക് ഊർജം ഉണ്ടാക്കേണ്ടത്. നാം പ്രാർത്ഥിച്ച് നമ്മുടെ ആത്മജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാനായിട്ടുള്ളായിരിക്കുന്ന ആ ശക്തി നാം സംഭരിച്ചേ മതിയാകുകയുള്ളൂ. വേറൊരു വേ ഔട്ട്, വേറൊരു വഴി മുമ്പിലില്ല. ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. നാം അത് ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നെന്ന് പത്രോസ് ഓർപ്പിക്കുക. ഇവിടെ ഓർപ്പിക്കുന്ന അവനോട് എതിർത്ത് നിൽപ്പീൻ എന്ന് ഓർപ്പിക്കുക. പത്രോസും പൗലോസും യാക്കോബും എല്ലാം ഒരുപോലെ പറയുന്നതാണ്, ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങുക, സാത്താനോട് എതിർത്ത് നിൽക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് കീഴടങ്ങിയിരിക്കുക, ശാന്തമായിരിക്കുക, മൗനമായിരിക്കുക. ദൈവം ആരെന്നറിഞ്ഞുകൊണ്ട്, എങ്ങനെയുള്ളവൻ അറിഞ്ഞുകൊണ്ട്, അവൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട്, ദൈവത്തിന് എല്ലാം മഹത്വം കൊടുത്തുകൊണ്ട്, ദൈവം പരിശുദ്ധനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവം അതിമഹാനും തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ മുമ്പിൽ കീഴടങ്ങുകയും അപ്പോൾ തന്നെ ശത്രുവിനോട് എതിർത്ത് നിൽക്കുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുകയാണ്. പൗലോസ് പറയുന്നത് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുള്ളൂ. നിരവധി ആയുധങ്ങളെപ്പറ്റി പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. ഒരു വിശ്വാസി ഈ ദൈവത്തിൻ്റെ സർവ്വ ആയുധവും ധരിച്ച് റെഡിയായി ഇരിപ്പീൻ എന്നോട് ഓർപ്പിക്കുകയാണ്. എന്നാൽ നാം പത്രോസിനെ പറ്റി ചിന്തിച്ചു വരുമ്പോൾ, പത്രോസ് സാത്താൻ്റെ മുമ്പിൽ പരാജയപ്പെട്ട വ്യക്തിയാണ്. ഒരുപാട് മേഖലയിൽ പരാജയം സംഭവിച്ച വ്യക്തിയാണ് പത്രോസ് എന്ന് പറയുന്നത്. ഒരിക്കൽ കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷം 22:31 പറയുന്നുണ്ട്, സാത്താൻ ഗോതമ്പ് പാറ്റുന്ന പോലെ നിന്നെ പാറ്റുവാനായിട്ട് പദ്ധതിയിട്ടതാ, പക്ഷെ ഞാൻ സമ്മതിക്കാഞ്ഞുകൊണ്ട് നടന്നില്ല. അല്ലെങ്കിൽ അവൻ നിന്നെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റുമായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എടുത്തിട്ട് അലക്കാനായിട്ട് വരെ നിന്നെ പദ്ധതിയിട്ടതാ, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. കാരണം അവൻ്റെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം അങ്ങനെയായിരുന്നു. പരാജയപ്പെട്ട വ്യക്തിയായിരുന്നു. ഈ പരാജയപ്പെട്ട വ്യക്തിയാണ് ഇപ്പോൾ പറയുന്നത് എന്ത് ചെയ്യണം? സാത്താനോട്. ഇത് അനുഭവസ്ഥനാണ്. സാത്താൻ എങ്ങനെയെല്ലാം നിലകളിൽ അവനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചോ, സാത്താൻ്റെ പദ്ധതികളിൽ കുടുങ്ങിപ്പോയ വ്യക്തിയാണ്. കർത്താവിനെ അവന് തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. ഇങ്ങനെ സാത്താന്യ പാതയിൽ കൂടി സഞ്ചരിച്ചിട്ട് ഇപ്പോൾ പറയുകയാണ്, സാത്താനോട് നിങ്ങൾ എതിർത്ത് നിൽപ്പീൻ എന്നവിടെ ഓർപ്പിക്കുകയാണ്. അവിടെ ഇപ്പോൾ അവൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, നിങ്ങൾ സാത്താനോട് എതിർത്ത് നിൽപ്പീൻ. അതുപോലെ തന്നെ ഇയ്യോബിനെയും ആക്രമിക്കാൻ വേണ്ടി സാത്താന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സാത്താൻ പറഞ്ഞത് ഒന്നും നടക്കുന്നില്ല, ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല. കാരണം എന്താണ്? നീ അവൻ്റെ ചുറ്റും വേലി കെട്ടി ഇട്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് എനിക്കൊന്ന് കടന്നു ചെല്ലുന്നത്? ആ വേലി ഒന്ന് അഴിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ ആക്രമിക്കാം. ഇപ്പോൾ അവിടെ ദൈവം ചേരിക്കുന്നത് ഒരു ഭക്തനെ എന്ത് ചെയ്തിരിക്കുന്നു? അവൻ്റെ വേലിക്കുള്ളിലങ്ങ് സൂക്ഷിച്ച് സുരക്ഷിതമായിരിക്കുക. കർത്താവിന് മാത്രം കൊണ്ടാകട്ടെ. ഇവിടെ ഇയ്യോബിൻ്റെ മുമ്പിൽ സാത്താൻ പരാജയപ്പെട്ടു. അവനോടൊന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ദൈവീയ സംരക്ഷണം അവൻ്റെ മേലുണ്ടായിരുന്നു. പത്രോസിനെ പാറ്റുവാനായിട്ട്, ഗോതമ്പ് പറ്റുന്ന പോലെ പാറ്റുവാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ കർത്താവിന് അനുവാദം കൊടുത്തില്ല എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 10-12 വാക്യത്തിൽ കടന്നു വരുമ്പോൾ, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കാൻ നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും.
ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ എന്ന് പറയുന്നു. ഒരു വിശ്വാസി എത്ര അധികം കഷ്ടങ്ങൾ കൂടി കടന്നു പോയാലും അവനെ കടത്തി വിട്ടാലും അവന് പ്രതീക്ഷയുണ്ട്. അതോടെ തകർന്നു പോവുകയല്ല ഒരു ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാ, നിരവധി പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരാ. പക്ഷെ ഇതിൻ്റെയൊക്കെ നടുവിൽ ഒരു പ്രത്യാശയ്ക്ക്, ഒരു പ്രതീക്ഷയ്ക്ക് വകയും ഉണ്ട് എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുകയാണ്. ആ പ്രത്യാശയുടെ കാരണങ്ങളെപ്പറ്റി, എന്തുകൊണ്ടാണ് ആ പ്രതീക്ഷ നമുക്കുള്ളത് എന്ന് ഇവിടെ പത്രോസ് ഓർപ്പിക്കുകയാണ്. അത് നിരവധി കാര്യം പറയുന്നുണ്ട്, 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് ദൈവത്തിൻ്റെ അധികമായ കൃപ നൽകപ്പെട്ടിരിക്കും. നമ്മുടെ പ്രതീക്ഷയ്ക്ക് വകയുള്ളത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ അധികമായ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു പ്രതീക്ഷയ്ക്ക് നമുക്ക് വകയുണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവജനത്തിൻ്റെ മേൽ ദൈവം ധാരാളമായ കൃപ നൽകിയിരിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണ്? വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ട് ആയിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, ആ കൃപയും ആ അനുഗ്രഹവും കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ തകർന്നു പോകുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മുടെ മേൽ പാർന്നിരിക്കുന്നുണ്ട്. നാളെപ്പറ്റി ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കൊരു മോചനം ഉണ്ടായിരിക്കും, ഒരു വിടുതലുണ്ടായിരിക്കും എന്ന് പത്രോസോട് ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അമിതമായിട്ടുള്ള അധികമായിട്ടുള്ള കൃപ നിങ്ങളുടെ മേൽ നൽകിയിരിക്കുന്നു. രണ്ടാമതായിട്ട്, നമ്മെ നിത്യ തേജസ്സിനായി ദൈവം വിളിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്തുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയുള്ളത്? അവൻ നിത്യ തേജസ്സിനായി നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് കഷ്ടങ്ങൾക്ക് അപ്പുറത്തായി നിത്യതയെ നോക്കിക്കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. കഷ്ടതയുടെ നടുവിൽ നാം പ്രശംസിക്കുക. നാം എന്തുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷിക്കുന്നത്? നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കാരണം എന്താണ്? നിത്യതയെ ഓർക്കുമ്പോൾ നാം സന്തോഷിക്കുവാനിടയായിത്തീരും. ഇതിനപ്പുറത്തായിട്ട് വലിയൊരു പ്രത്യാശയുടെ, ഒരു നിത്യതയുടെ ആയിരിക്കും ദിനങ്ങൾ നാം പ്രത്യാശയുടെ കണ്ണു കാണുന്നത് കൊണ്ട് നാം അവിടെയും സന്തോഷിക്കുകയാണ്. അപ്പം നിത്യ തേജസ്സിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമുക്കൊരു തേജസ്കരണം ഉണ്ട്. എനിക്കൊരു രൂപാന്തരം സംഭവിക്കും, ഞാൻ ഇതുപോലെ ആയിരിക്കില്ല, ഒരു അടുത്ത ഘട്ടത്തിലോട്ട് ഞാൻ പ്രവേശിക്കും എന്നായിരിക്കുന്ന ഒരു വലിയ പ്രതീക്ഷ നമുക്ക് തന്നിരിക്കുകയാണ്. മൂന്നാമതായിട്ട് പറയുന്നത്, നമ്മുടെ കഷ്ടങ്ങൾ അല്പകാലത്തേക്ക് മാത്രമായിട്ടുള്ളതാണ്. ജീവകാലം മുഴുവൻ കഷ്ടത അനുഭവിക്കുക എന്നുള്ളതല്ല. ഈ അനുഭവങ്ങൾ, അതാ പത്രോസ് ആർക്കാണ് എഴുതുന്നത്? അവരുടെ കഷ്ടങ്ങൾ എത്ര കാലത്തേക്കുള്ളതാണ്? അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്പനാളത്തേക്ക് മാത്രമുള്ളായിരിക്കുന്ന ഈ കഷ്ടതയിൽ കൂടിയാണ് നമുക്ക് കടന്നു പോകുന്നത്. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 4:17 പറയുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. പൗലോസിൻ്റെ ഭാഷ എന്താണ്? ഇത് തന്നെയാണ് പൗലോസും പറയുന്നത്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഈ കഷ്ടങ്ങൾ അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. നാം ഈ ഭൂമി ചാരിക്കുമ്പോൾ കഷ്ടങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ജീവകാലം മുഴുവൻ ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല. നൊടി നേരത്തേക്ക് മാത്രമുള്ളായിരിക്കുന്ന ഒരു കഷ്ടത. എന്നാൽ ഇതിനപ്പുറത്തായിട്ട് ഒരു പ്രത്യാശയുടെ ജനങ്ങൾ ഉണ്ട്, സന്തോഷത്തിൻ്റെ ആയിരിക്കുന്ന, സമൃദ്ധിയുടെ ആയിരിക്കുന്ന നാളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുകയാണ്. നാലാമതായിട്ട് പറയുന്നത്, നമ്മുടെ മേന്മയേറിയ ക്രിസ്തീയ സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. നമ്മളിൽ നല്ലൊരു സ്വഭാവവൽക്കരണം നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ള അനുഭവത്തിൽ കടത്തിവിടുന്നത് എന്തുകൊണ്ട് ഉപദ്രവങ്ങളിൽ കൂടി കടന്നു പോകുന്നു, കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നു? നമ്മെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കുവാനായിട്ട്, നമ്മെ ഒന്ന് ഒരുക്കിയെടുക്കുവാനായിട്ട്, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു സ്വഭാവരൂപിയായി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒരുപാട് ഷാർപ്പ്നെസ് ഉണ്ട്, കുറുത്ത അനുഭവങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് സ്വഭാവങ്ങളുണ്ട്, പരിവരുത്ത സ്വഭാവം നമുക്കുണ്ട്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് സ്മൂത്ത് ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് പലതുമായിരിക്കും ശോധനയിൽ കൂടി നമ്മെ കടത്തിവിടും. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നാം ഒരു പാറ എടുത്തിട്ട് രണ്ടായിട്ട് അത് അടിച്ച് പൊട്ടിച്ചിട്ട് ഒരു പീസ് ഒഴുക്ക് വെള്ളത്തിലും ഒരു പീസ് കരയിലും വെക്കുക. 1 വർഷം കഴിഞ്ഞ് ഇത് നോക്കിക്കേ,
തോട്ടിൽ കിടക്കുന്ന കല്ലിൻ്റെ ഷാർപ്പ്നെസ് എങ്ങനെയായിരിക്കും? വളരെ സ്മൂത്തായിരിക്കും. എന്നാൽ കരയിലിരിക്കുന്നതോ അത് അതുപോലെ ഇരിക്കുക. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഷാർപ്പ്നെസ് മാറിക്കിട്ടത്? തമ്മിൽ ഉരച്ച് ഉരുണ്ട് ശക്തമായ ഒഴുക്ക് വെള്ളം വന്നപ്പോൾ അതിൽ കൂടി നിരങ്ങി നീങ്ങി അടുത്ത കല്ലുകൾ മുട്ടി ആ ഷാർപ്പ്നെസ് എല്ലാം മാറി, ആ കൂർത്ത അനുഭവങ്ങളെല്ലാം മാറി. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു കല്ലായി തീർന്നിരിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പരിപരുത്ത സ്വഭാവ രീതികളെല്ലാം മാറി നമ്മെ ഒന്ന് ഒരുക്കിയെടുക്കുവാനായിട്ട്, അത് സ്മൂത്താക്കി തീർക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ദൈവം നമ്മളിങ്ങനെ ബഹുതമായിരിക്കുന്ന പോരാട്ടങ്ങളിൽ കൂടിയും പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടിയും സാത്താന്യ ആക്രമണങ്ങളിൽ കൂടിയും കടത്തിവിട്ട് നമ്മെ ശോധന ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇനി പത്രോസോട് പറയുന്ന 3 വാക്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. 3 പദങ്ങൾ ഉപയോഗിച്ചിരിക്കുക. യഥാസ്ഥാനപ്പെടുത്തുന്നു, ഉറപ്പിക്കുന്നു, ശക്തീകരിക്കുന്നു. അതായത് എസ്റ്റാബ്ലിഷ്, സ്ട്രെങ്തൻ ആൻഡ് സെറ്റിൽ. എസ്റ്റാബ്ലിഷ് എന്ന് പറയുമ്പോൾ നമ്മെ അവൻ സ്ഥിരപ്പെടുത്തുന്നു, ഒരു സ്ഥിരമായിട്ട് അവൻ നമ്മെ സ്ഥാപിക്കുന്നു. രണ്ടാമത് സ്ട്രെങ്തൻ എന്ന് പറയുമ്പോൾ നമ്മെ എന്ത് ചെയ്യുന്നു? അവൻ നമ്മെ ശക്തീകരിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മെ സെറ്റിൽ ചെയ്യുന്നു. അതായത് ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ, ഒരു കമ്പിയും പൈപ്പും ഒക്കെ എങ്ങനെയാണ് കോൺക്രീറ്റ് ചെയ്ത് നിർത്തുന്നത്, നമ്മെ സെറ്റിൽ ചെയ്ത് നിർത്തിയിരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 പദങ്ങൾ ശ്രദ്ധിക്കണം. സർവകൃപാലുവായ ദൈവം തന്നെ നമ്മെ എന്ത് ചെയ്യുന്നു? യഥാസ്ഥാനപ്പെടുത്തുന്നു, നമ്മെ ഉറപ്പിക്കുന്നു, അവൻ നമ്മെ ശക്തീകരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നത്? കാരണം ഏത് നിമിഷവും സാത്താന്യമായിട്ടുള്ള ആക്രമണം നിങ്ങൾക്ക് ഉണ്ടാകാം. കേവലം ആക്രമണമല്ല, അലറുന്ന സിംഹം പോലെ ചാടി വീണ് ആക്രമിക്കുവാനായിട്ട് അവൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നു, നമ്മെ ശക്തീകരിക്കുന്നു, നമ്മെ ഉറപ്പിച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തിനോടും പോരാടുവാനുള്ള കൃപ അവൻ നമുക്ക് നൽകി തരുവാൻ ഇടയായിത്തീരുകയാണ്. ഈ വിധ അനുഭവങ്ങൾ ഉള്ളവരെ പറ്റി, അതായത് യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിച്ച് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന വ്യക്തിയെപ്പറ്റി കർത്താവ് പറയുന്ന ഇപ്രകാരമുണ്ട്. മത്തായി 7:25 വായിക്കുന്നത്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എന്ന് വായിക്കും. അപ്പോൾ ദൈവം എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്? പാറമേൽ അടിസ്ഥാനമുള്ള ഒരു അവസ്ഥയിൽ. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഒരു കെട്ടിടം എങ്ങനെയാണ് പാറമേൽ നിൽക്കുന്നത്, അതേമാതിരി നമ്മെ ഉറപ്പിച്ചിരിക്കുക. പാറമേൽ എന്ന് പറയുമ്പോൾ ഇവിടെ വ്യാഖ്യാനിക്കേണ്ട വിഷയം, കുഴിച്ച് ചെന്ന് എവിടെയാണ് പാറ കാണുന്നത് അവിടെ മുതലാണ് പണി ആരംഭിച്ചിരിക്കുന്നത്. പാറക്കല്ലിട്ട് ഉറപ്പിക്കുക എന്നുള്ളതല്ല. നാം മണ്ണ് മാറ്റി ചെന്ന് ആഴങ്ങളോട്ട് കടന്നു ചെല്ലുമ്പോൾ എവിടെയാണ് പാറക്കെട്ട് കാണുന്നത് അവിടെ മുതൽ നമ്മെ പണിയുക. കാരണം ഇതൊരു കാരണവശാലും പതറിപ്പോവാൻ വീണ്ടു പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ പ്രത്യേകത, ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ ഉറപ്പിച്ച് അവൻ നമ്മെ പണിതിരിക്കുക. അതുകൊണ്ട് കാറ്റടിച്ചാലും നദികൾ പൊങ്ങിയാലും എന്ത് വന്നാലും ഭയപ്പെടേണ്ടായിരിക്കുന്ന കാര്യമില്ല. കാരണം നമ്മെ സെറ്റിൽ ചെയ്ത് നിർത്തിയിരിക്കുക, ഉറപ്പിച്ച് നിർത്തിയിരിക്കുക. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി 10-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ, മഹത്വവും ആധിപത്യവും ആർക്കുള്ളത്? ദൈവത്തിനുള്ളത്. മഹത്വവും ആധിപത്യവും ദൈവത്തിന് മാത്രമുള്ളതാണ്. അപ്പോൾ ദൈവം മാത്രമേ മഹത്വം അർഹിക്കുന്നുള്ളൂ. ദൈവത്തിന് മാത്രമുള്ളതാണ് മഹത്വം എന്ന് പറയുന്നത്. സർവ ആധിപത്യവും ദൈവത്തിനുള്ളതാണ്. ഇത് രണ്ടും ദൈവത്തിന് മാത്രമുള്ളതാണ്. ഒരു കാരണവശാലും വിശ്വാസ സമൂഹം മഹത്വവും ആധിപത്യവും എടുക്കാനായിട്ട് പാടുള്ളതല്ല. പത്രോസ് പറയുന്നത് മഹത്വവും ആധിപത്യവും, ഗ്ലോറി ആൻഡ് ഡൊമീനിയൻ, അത് ദൈവത്തിനുള്ളതാണ് എന്ന് ഓർക്കണം. നാം എന്ത് ചെയ്താലും ഒരു കാരണവശാലും ഒരിക്കലും ദൈവമക്കൾ മഹത്വം എടുക്കുവാനായിട്ട് പാടില്ല. നമ്മെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിക്കും. അസാധ്യമായിട്ടുള്ള പലതും നമ്മെക്കൊണ്ട് ചെയ്യിക്കും.
പക്ഷെ ഒരു കാരണവശാലും അതിൻ്റെ ക്രെഡിറ്റ് നാം എടുക്കുവാനായിട്ട് പാടില്ല. അത് ദൈവം എനിക്ക് തന്ന കൃപയാണ്, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ ഉപയോഗിച്ചു എന്ന് മഹത്വം അവന് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പത്രോസ് അവസാനം പറയുകയാണ്, ശക്തീകരിച്ച് ബലപ്പെടുത്തി നിങ്ങളെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ആർക്കാണ്? ദൈവത്തിനുള്ളതാണ് എന്നിവിടെ ഓർപ്പിക്കുന്നു. 12-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. 12-ാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഇവിടെ ഒരു വ്യക്തിയെപ്പറ്റി പത്രോസ് പറയുന്നു. അവൻ്റെ പേരെന്താണ്? സിൽവാനോസ് എന്ന് പറയുന്നു. ഈ സിൽവാനോസ് തന്നെയാണ് സീലാസ് എന്ന് പറയുന്നത്. പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ കൂടെ കൂട്ടിയ ഒരു സഹോദരനാണ് സീലാസ്. അപ്പോൾ സീലാസിൻ്റെ വേറൊരു പേരാണ് സിൽവാനോസ്. എല്ലാ എഴുത്തുകാരും അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് സിൽവാനോസ് ഒരു വിശ്വസ്ത സഹോദരൻ. പത്രോസിന് പറയുവാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്, അവൻ വിശ്വസ്തനായ ഒരു സഹോദരനാണ്. ഈ സിൽവാനോസ് എന്ന് പറയുന്ന റോമൻ പേരും സീലാസ് എന്ന് പറയുന്ന ഗ്രീക്ക് പേരുമാണ്. ഒരു വ്യക്തി തന്നെയാണ്. റോമാക്കാർ വിളിക്കുന്നത് സിൽവാനോസ് എന്നും യവനന്മാർ വിളിക്കുന്നത് സീലാസ് എന്നും. ഒരു വ്യക്തി തന്നെയാണ്. ഈ പത്രോസ് ഈ ലേഖനം എഴുതി ഈ പറയുന്ന സിൽവാനോസിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതാകാം എന്നാണ് പറയുന്നത്. അതായത് പത്രോസിൻ്റെ ഒരു സെക്രട്ടറി ആയിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സിൽവാനോസ്. അതുകൊണ്ട് പറയുകയാണ്, അവൻ എൻ്റെ വിശ്വസ്തനായ ഒരു സഹോദരൻ എന്ന് പറയുക. കൂടെ കൊണ്ട് നടക്കുക, പോകുമ്പോഴെല്ലാം ഈ സഹോദരൻ കൂടെയുണ്ട്. അവനെപ്പറ്റി പറയുന്നത് അവൻ വിശ്വസ്തനായ ഒരു സഹോദരനാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാനുള്ള സാഹചര്യം, വിശ്വാസികളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് പ്രത്യാശയും ധൈര്യവും ലഭിക്കുവാൻ സിൽവാനോസ് മുഖാന്തരം അവർക്ക് ലേഖനം എഴുതി കൊടുത്ത് വിടുകയാണ്. ഏത് സമയത്തും വിശ്വാസത്തിൽ ഇടറിപ്പോവാൻ സാധ്യതയുണ്ട്, പതറിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്, നിരാശപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ, സാത്താന്യ ആക്രമണങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മനസ്സ് പതറി വീണുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിന് മുമ്പായിട്ട് തന്നെ സിൽവാനോസ് മുഖാന്തരം പത്രോസ് ഈ ലേഖനം എഴുതി വേഗത്തിൽ അവർക്ക് അയച്ചു കൊടുത്ത് അവർ ധൈര്യപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യനും ആ കാലത്ത് നീറോയുടെ ആക്രമണം അഥവാ നീറോയുടെ പീഡനം എന്ന് പറയുന്നത് അതികഠിനമായിരുന്നു. ഭയാനകമായ ഭീകരമായിട്ടുള്ള പീഡനത്തിൽ കൂടിയാണ് സഭ കടന്നുപോയത്. ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് അവർക്കുണ്ടായത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ അവർ ചോദിക്കുന്ന ന്യായമായ ഉണ്ടാകുന്ന ചോദ്യമാണ്, ഞങ്ങളുടെ വിശ്വാസം ശരിയായ വിശ്വാസമാണോ? ഏത് സമയത്തും വിശ്വാസത്തിൽ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാധ്യത മുമ്പിൽ കണ്ടുകൊണ്ടാണ് പത്രോസ് വേഗത്തിൽ ഈ കത്ത് വിശ്വാസികൾക്ക് സിൽവാനോസ് മുഖാന്തരം എത്തിച്ചത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവരോട് പറയുന്നത്, നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാണ്. എഴുത്തിക്കൂടി ഓർപ്പിക്കുകയാണ്, നിങ്ങളെല്ലാവരും നിൽക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സത്യകൃപയിലാണെന്ന് ഓർപ്പിക്കുകയാണ്. എന്താണ് സത്യകൃപ എന്ന് പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നിങ്ങൾ വാസ്തവത്തിൽ സത്യമായ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്, ആരെയാണ് നിങ്ങൾ അനുദപിക്കുന്നത് എന്നുള്ളത് ഇതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ശരിയായ ദിശയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർപ്പിക്കുക. ഒരു കാരണവശാലും നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടില്ല, നിങ്ങളുടെ വഴി മാറിയിട്ടില്ല, തെറ്റിപ്പോയിട്ടില്ല. ആരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നുവോ അത് ശരിയായ വിശ്വാസമാണ്. നിങ്ങൾ ശരിയായ ട്രാക്കിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവിടെ ഓർപ്പിക്കുക. അതുകൊണ്ട് ഉറച്ചു നിൽക്കുക, ദൈവകൃപയിൽ നിൽക്കുക എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസം ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഉറപ്പോടെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അധികമായിട്ടുള്ള കൃപ നിങ്ങളുടെ മേൽ പകരും. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ എന്നേക്കാൾ തുടച്ചു മാറ്റുക എന്നുള്ളതല്ല ദൈവീയ പദ്ധതി.
ഇതിൻ്റെ നടുവിൽ കൂടി കടന്നു പോകുമ്പോഴും ഈ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനായിട്ടുള്ള അധിക കൃപ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുക. ഓൾറെഡി ദൈവത്തിൻ്റെ കൃപ പകർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ വീണ്ടും എന്ത് ചെയ്യും ദൈവം? അധികമായിട്ടുള്ള കൃപ നിങ്ങളുടെ മേൽ പകർന്നു തരികയാണ് ഈ സാഹചര്യങ്ങളെ ഒന്ന് അഭിമുഖീകരിക്കുവാനായിട്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ മേൽ എത്രമാത്രം കൃപകളാണ് തന്നിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ജീവിതാനുഭവങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് എന്തെല്ലാം കൃപകളാണ് ദൈവം നൽകുന്നത്. നാം അനുഭവിക്കുന്നതെല്ലാം ദൈവകൃപയാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ട് പറയാം 11-ാം വാക്യത്തിൽ, നിങ്ങളുടെ സഹവൃതയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കൂസും നിങ്ങൾക്ക് വന്ദനം ചെല്ലും. ഇവിടെ മലയാളത്തിൽ വായിക്കുമ്പോൾ ക്ലിയറാണ്, നിങ്ങളുടെ സഹവൃതയായ ബാബിലോണിലെ സഭയും എന്ന് പറയുന്നു. വേറെ പരിഭാഷ എല്ലാം ഉണ്ടോ അതിനകത്ത്? നിങ്ങളോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ബാബിലോണിലെ സഭയും എന്ന് പറയുന്നു. എന്നാൽ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഷീ ഹൂ ഈസ് ഇൻ ബാബിലോൺ, ബാബിലോണിലുള്ള അവൾ എന്നാണ് പറയുന്നത്. എന്നാൽ മലയാളത്തിൽ വായിക്കുമ്പോൾ നിങ്ങളോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടായിരിക്കുന്ന ബാബിലോണിലെ സഭയും. നല്ല വ്യക്തമാണ്. എന്നാൽ ഇവിടെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഷീ ഹൂ ഈസ് ഇൻ ബാബിലോൺ, ബാബിലോണിലുള്ള അവൾ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആരാണ് ഈ അവൾ എന്ന് പറയുന്നത്? ബാബിലോണിലുള്ളായിരിക്കുന്ന അവൾ ആരാണ്? നിരവധി അഭിപ്രായങ്ങളുണ്ട്. അതായത് പത്രോസ് ഈ ലേഖനം എഴുതുന്നത് റോമിൽ നിന്നാണ്. ഇപ്പോൾ പത്രോസ് റോമിലായിരിക്കുക. ഒരുപക്ഷെ ഇവിടെ പറയുന്ന അവൾ, ഷീ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം, അവൾ എന്ന് പറയുന്നത് റോമിലെ ഏതോ സ്ഥലത്ത് നിന്ന് എഴുതുന്നത് കൊണ്ടാണ് അങ്ങനെ ഷീ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ഥലങ്ങൾക്ക് എപ്പോഴും ഇംഗ്ലീഷിൽ ഷീ എന്ന് പറയാറുണ്ട്. എന്ന് കാരണം ഇപ്പോൾ സഭ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. പീഡനത്തിൽ കടന്നു പോയിരിക്കുന്നതുകൊണ്ട് സ്ഥലം വെളിപ്പെടുത്താതെ സ്ഥലത്തിന് പകരം ഷീ, അവൾ എന്ന് ഉപയോഗിച്ചിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? അത് സ്ത്രീലിംഗത്തിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. സ്ഥലം വെളിപ്പെടുത്തിയാൽ ആ സ്ഥലത്ത് ആക്രമണങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്ത്രീലിംഗ രൂപത്തിൽ ആ സ്ഥലത്തെ പത്രോസ് മറച്ചു വച്ചിട്ട് അവൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത്, ഒരു പക്ഷെങ്കിൽ ഈ ഷീ, അവൾ എന്ന് പറയുന്നത് പത്രോസിൻ്റെ ഭാര്യയാകാൻ സാധ്യതയുണ്ട് എന്ന് ചിലർ പറയുന്നു. പക്ഷേ നമ്മൾ മറ്റുള്ള ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഓരോ ലേഖനകർത്താക്കളും അവരുടെ ഭാര്യമാരെ പറ്റി ഒരിടത്തും പറയുന്നില്ല. യാക്കോബിൻ്റെ ലേഖനം നാം പഠിച്ചു, അവിടെ പറയുന്നില്ല യാക്കോബിൻ്റെ ഭാര്യയെപ്പറ്റി. യൂദ പറയുന്നില്ല, യോഹന്നാൻ പറയുന്നില്ല, പൗലോസ് പറയുന്നില്ല, പത്രോസും ഭാര്യയെപ്പറ്റി പറയുന്നത്. അതുകൊണ്ട് ഈ എഴുത്തുകാരും ഭാര്യയെപ്പറ്റിയോ മക്കളെപ്പറ്റിയോ കുടുംബത്തെപ്പറ്റിയോ ഒന്നും പറയാതിരിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ഇത് പത്രോസിൻ്റെ ഭാര്യയാകാനായിട്ട് സാധ്യതയില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. കാരണം അവർ ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട് ദൈവത്തിന് വേണ്ടതായിരിക്കുന്ന തിരുവചനങ്ങൾ നൽകുകയാണ് ചെയ്തത്. അവരുടെ കുടുംബത്തെ ഒന്നും അവരുടെ എഴുത്തുകളിൽ കൊണ്ടുവന്നിട്ടില്ല. മൂന്നാമതായിട്ട് വേറൊരു അഭിപ്രായം പറയുന്നത്, വേറെ ചില ചിന്തിക്കുന്നത്, പത്രോസ് ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തെ സഭയിലെ അറിയപ്പെടുന്ന ഒരു സഹോദരിയായിരിക്കാം എന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ ലേഖനത്തിൽ അത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയാണ് ഇപ്പോൾ പത്രോസ് ആയിരിക്കുന്നത്, ആ സഭയിലെ അറിയപ്പെടുന്ന ഭക്തയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കാം. അവൾ ഇപ്പോൾ വന്ദനം പറയുന്നു എന്നായിരിക്കാം പത്രോസ് പറയുന്നു. എന്തായാലും നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഇത് അവൾ ആരാണെന്ന് തീർത്തും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ചിന്തിക്കുന്നത്, ഇങ്ങനെ പീഡനം സഹിക്കുന്നതുകൊണ്ട് പേര് മറച്ചു വച്ചിട്ട് സ്ഥലത്തിന് അവൾ എന്ന് പറഞ്ഞ് ജനത്തോട് പറയുന്നു. അതായത് പത്രോസ് എവിടെയായിരിക്കുന്നുവോ ആ ദേശത്തെ സഭയും ആ ദേശവും മൊത്തത്തിൽ ഇപ്പോൾ പറയുകയാണ്, അവർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് വായിക്കുമ്പോൾ അടുത്തൊരു വാക്യം ഉപയോഗിച്ചിരിക്കുന്ന ബാബിലോൺ എന്ന പദം ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ ബാബിലോൺ എന്നായിരിക്കുന്ന വാക്കും കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഏത് ബാബിലോണാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയുന്നു യൂഫ്രട്ടീസ് നദീതീരത്ത് ഉള്ള പ്രസിദ്ധമായിട്ടുള്ള പട്ടണമായിരുന്നു ഈ ബാബിലോൺ എന്ന് പറയുന്നവരുണ്ട്. കൂടാതെ മിസ്രൈമിലെ നൈൽ നദി തടങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്ന റോമൻ കോളനി ആയിരുന്നു ഈ ബാബിലോൺ എന്ന് പറയുന്നവരുണ്ട്.
മൂന്നാമതായിട്ട് വേറെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് റോം തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 17:1-4 വരെയും 18:10, 21 ഈ ഭാഗത്ത് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ ബാബിലോൺ എന്ന് പറയുന്നത് യഥാർത്ഥ റോം തന്നെ ആണ്. അപ്പോൾ റോമിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ബാബിലോൺ എന്ന് പറയുന്നത്. പത്രോസ് ബാബിലോൺ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെയാണ് പത്രോസ് തൻ്റെ അവസാന നാളുകൾ ചെലവഴിച്ചത്. റോമിലാണ് പത്രോസ് അവസാന നാളുകൾ ചെലവഴിച്ചത്. സഭയ്ക്കെതിരെ പീഡനങ്ങൾ നടക്കുന്നത് കൊണ്ട് പത്രോസ് താൻ ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് വെളിപ്പെടുത്താതെ ഒരു കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് സ്ഥലത്തിന് പേരുണ്ട്, ആ പേര് പറയാതെ എന്ത് ചെയ്യുന്നു, ബാബിലോൺ എന്നായിരിക്കുന്ന ഒരു ഭാഷ ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ ബാബിലോൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. ലോക്കൽ സ്ഥലത്തിന് പേരുണ്ട്, ഇവിടെ കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുക. ഈ മിലിറ്ററിക്കാർക്കൊക്കെ ആ ഒരു സിസ്റ്റം ഉണ്ട് ഇല്ലേ, കോഡ് ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ട്. അത് ഞാൻ കേട്ടിട്ടുള്ളത്, എൻ്റെ അറിവ് ശരിയാണെന്ന് അറിഞ്ഞുകൂടാ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഭാഷ കമ്മ്യൂണിക്കേഷൻ എല്ലാം മാറ്റി ഹിന്ദിയിൽ പറയുന്നത് നിർത്തിവെച്ചിട്ട് മലയാളത്തിലാക്കിയെന്നാണ് ഞാൻ കേട്ടത്. മലയാളം പറഞ്ഞാൽ പിന്നെ ആർക്കും മനസ്സിലാകത്തില്ലല്ലോ. അപ്പോൾ മദ്രാസ് റെജിമെൻറ്റിനെ അത് ഏൽപ്പിച്ചിട്ട് ഓഫീസേഴ്സ് എല്ലാം പിന്നെ മലയാളത്തിൽ ആക്കി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല, കേട്ടുള്ള അറിവാണ്. എന്തായാലും ഇവിടെ അതേപോലെ പത്രോസും ഒരു കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പറയാതെ പറഞ്ഞാൽ കൂടുതൽ ആക്രമണങ്ങൾ സഭയ്ക്കെതിരെ ഉണ്ടാകും, വിശ്വാസികളെ വീണ്ടും ഉപദ്രവിക്കപ്പെടും. എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട്. ഈ കത്ത് വായിച്ചു കഴിയുമ്പോൾ എവിടെ വിശ്വാസ സമൂഹം ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് പൊതുവിൽ ബാബിലോൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആർക്കും പിടികിട്ടത്തില്ല. അതുകൊണ്ട് പത്രോസ് ഇവിടെ വളരെ ബുദ്ധിപൂർവമായിട്ട് അത് എഴുതുകയാണ് എന്നാണ് പറയുന്നത്. അതായത് തൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സഭയെ സംരക്ഷിക്കുക, സ്വയം ആയിട്ട് സംരക്ഷിക്കുക. അങ്ങനെ പത്രോസ് അവിടെ ബാബിലോൺ എന്ന് ഓർപ്പിക്കുകയാണ്. മൂന്നാമത് പറയുന്നു ഒരു വ്യക്തിയുണ്ട്, മർക്കോസ് എന്ന വ്യക്തിയെപ്പറ്റി പറയുന്നുണ്ട്. എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചെയ്യും. അപ്പം 3 പേരാണ് വന്ദനം ചെയ്യുന്നത്. ആരൊക്കെയാണ്? സഹവൃതയായ ബാബിലോണിലെ സഭയും, പിന്നെ 2 പേര് സഹവൃതയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചെയ്യും. ഇത് എവിടെ നിന്നാണ് വരുന്നത്? ബാബിലോണിൽ നിന്നാണ് 2 പേരുടെയും വന്ദനങ്ങൾ വരുന്നത്. ഇവിടെ മർക്കോസ് എന്ന് പറയുമ്പോൾ ഈ മർക്കോസ് ആരാണ്? ഈ മർക്കോസ് എന്ന് പറയുന്നത് ബർണബാസിൻ്റെ കസിൻ്റെ മകനാണ്. ബർണബാസിൻ്റെ പെങ്ങളുടെ സഹോദരിയുടെ മകനാണ്, സ്വന്തം സിസ്റ്ററല്ല, അവൻ്റെ കസിൻ. ബർണബാസിൻ്റെ കസിൻ്റെ മകനാണ് മർക്കോസ് എന്ന് പറയുന്നത്. അതിന് ജോൺ മാർക്ക് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്, ജോൺ മാർക്ക്. എനിക്ക് മകൻ എന്നാണ് മർക്കോസ് പറയുന്നത്. അതായത് വിശ്വാസത്തിൽ ക്രിസ്തുവിൽ മകൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈ മർക്കോസും പത്രോസിൻ്റെ ഒരു സഹായിയായിരുന്നു. അതായത് ബർണബാസിൻ്റെ നെഫ്യൂ, പെങ്ങളുടെ സഹോദരിയുടെ മകനാണ് ഈ മർക്കോസ്. ഈ മർക്കോസിനെ ആണ് പൗലോസ് തൻ്റെ 1ാമത്തെ മിഷണറി യാത്രയിൽ കൂടെ കൊണ്ടുപോയത്. ഇന്ന് 2ാമത്തെ മിഷണറി യാത്രയിൽ ഈ ജോൺ മർക്കോസിനെ കൂടെ കൊണ്ടുവരാനായിട്ട് പൗലോസ് താല്പര്യപ്പെട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? 1ാം മിഷണറി യാത്ര കഴിഞ്ഞപ്പോൾ മർക്കോസ് അവൻ വീട്ടിലോട്ട് പോയി. തിരികെ അവൻ വീട്ടിൽ പോയത് കൊണ്ട് 2ാമത്തെ മിഷണറി യാത്രയിൽ പത്രോസ് ഈ ജോൺ മർക്കോസിനെ കൂടെ കൊണ്ടുപോകാനായിട്ട് പൗലോസ് കൂടെ കൊണ്ടുപോകാനായിട്ട് മടിച്ചു. ഇതിൻ്റെ പേര് ആര് തമ്മിൽ വാദമുണ്ടായി, തർക്കമുണ്ടായി? ബർണബാസും പൗലോസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായി എന്ന് വായിക്കുന്നു. ബർണബാസിന് ആഗ്രഹമുണ്ടായിരുന്നു യോഹന്നാൻ മർക്കോസിനെ കൊണ്ടുപോകാനായിട്ട്, പക്ഷെ പൗലോസ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൻ തിരികെ പോയത് കൊണ്ട് അവൻ വരണ്ട എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചത്? ഉഗ്രവാദം ഉണ്ടായിട്ട് പൗലോസും ബർണബാസും തമ്മിൽ വേർതിരിഞ്ഞു. 2 പേർ 2 വഴിയിൽ കൂടി സഞ്ചരിച്ചു. പക്ഷെ 2 പേരുടെ ശുശ്രൂഷ അനുഗ്രഹമായിരുന്നു. പിരിഞ്ഞുവെങ്കിൽ തന്നെയും അതും ഒരു അനുഗ്രഹമായി. 2 പേരും ശക്തമായ നേതൃത്വം കൊടുത്തു. എന്നാൽ ഈ പൗലോസിൻ്റെ ആരംഭകാലത്ത് ഭയങ്കര എന്താ പറയുക, അതെ, ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു പൗലോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു.
പൗലോസ് ശക്തമായ നിലപാടുകളെടുത്ത വ്യക്തിയായിരുന്നു. എന്നാൽ റോമിൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുന്നുണ്ട്, പറയുന്നുണ്ട്, വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാനുമായിട്ട് നീ ശ്രമിക്കുക, വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ശ്രമിക്കുക. നീ വരുമ്പോൾ ഞാൻ അവിടെ വിട്ടിട്ട് പോകുന്ന എൻ്റെ പുതപ്പും ലിഖിതങ്ങളും കൊണ്ടുവരാനായിട്ട് നീ ഉത്സാഹിക്കുക. നീ വരുമ്പോൾ യോഹന്നാൻ മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് വരിക, ശീതകാലത്തിന് മുമ്പേ നീ. അപ്പോൾ പൗലോസിൻ്റെ ആദ്യത്തെ നിലപാടും ഇപ്പോഴത്തെ നിലപാടും എങ്ങനെ ഇരിക്കുന്നു? ആദ്യത്തെ നിലപാട്, ഒരു കാരണവശാലും ജോൺ മർക്കോസിനെ കൊണ്ടുപോകുന്ന പരിപാടിയേ ഇല്ല. ജീവിതത്തിൽ കഷ്ടത അനുഭവിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പറയാണ്, ജോൺ മർക്കോസിനെ നീ കൊണ്ടുവരണം, അവൻ എനിക്ക് ഉപയോഗമുള്ളവൻ പറയുക. പക്ഷെ ചരിത്രം പറയുന്നത് പൗലോസ് ഒത്തിരി ആഗ്രഹിച്ചു തിമോഥെയോസിനെ കാണുവാനും അവൻ എഴുതിയ പുസ്തകങ്ങളും ലേഖനങ്ങളും വായിക്കുവാൻ ആഗ്രഹിച്ചു. തണുപ്പ് കൂടി വരികയാണ്, കമ്പിളി വസ്ത്രം ഇടുവാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ തിമോഥെയോസ് റോമിലോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുക. അവൻ പിന്നെയും മാറ്റിവെച്ചു, സമയമുണ്ടല്ലോ എന്നാഗ്രഹിച്ച് മാറ്റിവെച്ചു. എന്നാൽ അങ്ങനെ ഒരു ദിവസം ഈ തിമോഥെയോസ് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുമ്പോൾ അവന് മനസ്സിലായി ശീതകാലം തുടങ്ങുവാനായിട്ട് ആരംഭിക്കുകയാണ്. ഉടനെ പെട്ടെന്ന് തിമോഥെയോസ് റോമിലോട്ട് പോകാൻ വേണ്ടി കപ്പലിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓടിച്ചെന്നപ്പോഴേക്കും ടിക്കറ്റ് കിട്ടിയില്ല. കാരണം കപ്പൽ തുറമുഖം വിട്ട് ദൂരത്തായിപ്പോയി. ഉടനെ തിമോഥെയോസ് പറയുകയാണ്, എനിക്ക് അത്യാവശ്യമായിട്ടും റോമിൽ പോകണം. ഉടനെ അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഇത് ചരിത്രമാട്ടോ. അവർ പറയുകയാണ്, ഈ പോകുന്ന കപ്പൽ അത് ഈ സീസണിലെ ലാസ്റ്റ് കപ്പലാണ്, ഇനി ശീതകാലം കഴിഞ്ഞ ശേഷമേ അടുത്ത കപ്പൽ റോമിലോട്ടുള്ളൂ എന്ന് പറയുകയാണ്. അവിടെ നിരാശനായി മടങ്ങി വന്നിട്ട് എഴുതിയ ലേഖനം വീണ്ടും തിമോഥെയോസ് വായിച്ച് അവസാനം വരുമ്പോൾ പറയുന്നത് ഇപ്രകാരമാണ്, വേഗത്തിൽ എൻ്റെ അടുക്ക് വരുവാൻ വേണ്ടി ഉത്സാഹിക്കുക. നീ വരുമ്പോൾ ലിഖിതങ്ങളും പുസ്തകങ്ങളും കൊണ്ടുവരാൻ വേണ്ടി നീ ഉത്സാഹിക്കുക. നീ വരുമ്പോൾ യോഹന്നാൻ മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് വരണം, ശീതകാലത്തിന് മുമ്പേ നീ വരണം. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ പിന്നീട് കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. പൗലോസിനെ അവിടെ വെച്ച് അത് കഴുത്ത് അറുത്ത് കൊല്ലുവാനിടയായിത്തീർന്നു. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ മരണത്തെ മുമ്പിൽ കണ്ടു, എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു, ഞാനൊരു പാനീയ യാഗമായിട്ട് അർപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതായത് ഈർച്ച വാളിനാൽ അറുക്കപ്പെടുകയായിരുന്നു. പൗലോസിൻ്റെ ആഗ്രഹം സാധിച്ചില്ല. ഒരിക്കൽ കൂടെ കൂട്ടാൻ താല്പര്യപ്പെടാത്ത പൗലോസ് അവസാനം ആഗ്രഹിക്കുകയാണ്, മർക്കോസിനെ ഒന്ന് കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അവൻ കാണുവാനായിട്ട് പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പത്രോസ് എന്ത് ചെയ്യുന്നു? എൻ്റെ കൂടെ എന്നോടൊപ്പം ഉള്ളാടിക്കുന്ന യോഹന്നാൻ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. അതായത് ഏത് സഭയ്ക്കാണ് എഴുതുന്നത്, അവരെല്ലാം ചേർന്നുകൊണ്ട് സഭയ്ക്ക് വന്ദനം പറയുകയാണ്. ചിലർ പറയുന്നുണ്ട് ഇത് ആ ജോൺ മർക്കോസ് അല്ല, ഇത് പത്രോസിൻ്റെ മകനായിട്ടുള്ള ജോൺ മർക്കോസ് ആണ് എന്ന് പറയുന്നവരും ഉണ്ട്. ഇനി അവസാന വാക്യത്തിൽ കടന്നു വരുമ്പോൾ, സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവീൻ, ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തൻ്റെ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പത്രോസ് വിശ്വാസികൾ പറയുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹചുംബനത്താൽ വന്ദനം ചെയ്യുന്നവർ ആയിരിക്കണം. ഇതൊരു ദൈവീയ സ്നേഹത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള പ്രകടനമാണ് സ്നേഹചുംബനം എന്ന് പറയുന്നത്. ആദിമസഭയിൽ ഈ ഒരു പ്രത്യേകത സഭയ്ക്കുണ്ടായിരുന്നു. പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റോമാലേഖനം 16:16, 1 കൊരിന്ത്യർ 16:20, 2 കൊരിന്ത്യർ 13:12, 1 തെസ്സലോനിക്കർ 5:26 ഈ ഭാഗങ്ങളെല്ലാം പരസ്പരം സ്നേഹചുംബനം വന്ദനം ചെയ്യുവിൻ എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതൊരു ആദിമസഭയുടെ പ്രത്യേകതയായിരുന്നു. അവരുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ദൈവസ്നേഹം അവരിങ്ങനെ പങ്കുവയ്ക്കുന്ന ഒരു പ്രത്യേകതയായിരുന്നു. പരസ്പരം പുരുഷന്മാർ തമ്മിലും സ്ത്രീകൾ പരസ്പരമായിട്ട് സ്നേഹചുംബനം ചെയ്ത് വന്ദനം ചെയ്യുന്ന പ്രത്യേകത ആദിമസഭയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ആദിമസഭയിലെ പ്രത്യേകത യവനന്മാരുമുണ്ട് യഹൂദന്മാരുമുണ്ട്. ഇവരെല്ലാം ചേർന്നുള്ളായിരിക്കുന്ന കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ യഹൂദന്മാരും യവനന്മാരും സഭയിൽ ഉള്ളതുകൊണ്ട്
യവന പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ യഹൂദന്മാരുടെ കൂടി ദൈവത്തെ ആരാധിക്കുന്നു. ഒരുപാട് അത് വേർതിരിവുകൾ ഉണ്ടെങ്കിൽ തന്നെയും ക്രിസ്തുയേശുവിൽ ഇവരെ ഒന്നായിരിക്കുന്നു. ഇവർ ഒന്നിച്ചു വരുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടുള്ള സ്നേഹചുംബനത്താൽ വന്ദനം ചെയ്യുക എന്ന് പറയുമ്പോൾ എത്രമാത്രം അനുഗ്രഹപ്പെട്ടായിരിക്കുന്ന ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികൾ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ പരസ്പരം വിദ്വേഷമോ പിണക്കോ ഒന്നും ഉണ്ടാകാതെ പരസ്പരം നിങ്ങൾ സ്നേഹചുംബനത്താൽ പരസ്പരം വന്ദനം ചെയ്യുന്നവരായിരിപ്പീൻ എന്ന് ഓർപ്പിക്കുക. അപ്പോൾ തന്നെ ഈ സ്നേഹചുംബനത്തെ ആദിമസഭ ആചരിച്ചിരുന്ന ഈ പ്രാക്ടീസിനെ ചോദ്യം ചെയ്ത അവസരമുണ്ടായിരുന്നു. പീഡനത്തിൻ്റെ ഒരു കാരണവും സ്നേഹചുംബനമായിരുന്നു. സഭ പീഡനത്തിൽ കടന്നു പോകുന്നതിൻ്റെ ഒരു റീസണും സ്നേഹചുംബനമായിരുന്നു. അതായത് നീറോയുടെ കാലത്ത് അവർ പ്രചരിപ്പിക്കുകയുണ്ടായി, ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നു, അധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവർ പരസ്പരം ചുംബനം ചെയ്യുന്നു എന്നൊരു പ്രചരിപ്പിക്കുകയുണ്ടായി. അതൊരു അധാർമ്മികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പ്രചരിപ്പിക്കുവാൻ ഇടയായി. അത് മാത്രമല്ല, കർത്തൃമേശയും ചോദ്യം ചെയ്യപ്പെട്ടു. ആ കർത്തൃമേശയെപ്പറ്റി അവർ പറഞ്ഞു പരത്തിയത് ക്രിസ്ത്യാനികൾ കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അവരുടെ രക്തവും ശരീരം എടുത്ത് സഭയിൽ ഭക്ഷിക്കുന്നു, കുടിക്കുന്നു എന്നൊരു വാർത്തയും പ്രചരിപ്പിച്ചു. ഈ രണ്ട് അവസ്ഥയായപ്പോഴേക്കും സഭ അതികഠിനമായ പീഡനത്തിൽ കൂടി കടന്നു പോകാൻ ഇടയായിത്തീർന്നു. എന്നിട്ട് അവസാനം ഓർപ്പിക്കുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹചുംബനത്താൽ വന്ദനം ചെയ്യുക എന്ന് ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന വിഷയം നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം, സ്നേഹത്തിൻ്റെ തീവ്രത, അതിൻ്റെ ഗൗരവം, ക്രിസ്തുവിൽ ഉള്ള കൂട്ട സഹോദരങ്ങളോട് നാം കാണിക്കുന്ന ആ സ്നേഹം, ആ ആദരവ്, ആ ബഹുമാനം, അതൊക്കെയാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത്. അവസാനം പത്രോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്നോർപ്പിക്കുകയാണ്. ഇതാണ് നമുക്കെല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന ഒരു വിഷയം. മനുഷ്യർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതാണ്, സമൂഹത്തിൽ ഇല്ലാതായി തോന്നിയിരിക്കുന്നത് ഇതാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം സമാധാനം, ഐക്യത നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികൾക്ക് ഈ പ്രത്യേക ഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത് സമാധാനമാണ്. സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പത്രോസൂടെ അവരെപ്പറ്റി പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവീയ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ യഹൂദന്മാരുടെ ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹമായ ഒരു പദമാണ്. ഷാലോം എന്ന് പറയും. ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ എന്ന് അവരുടെ ആയിരിക്കുന്ന ഒരു പ്രത്യേകത രീതിയാണ്. ഈ ലേഖനം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും സമാധാനത്തോടു കൂടിയാണ്. ദൈവത്തിൻ്റെ കൃപയെ സമാധാനം നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പത്രോസ് ആരംഭത്തിൽ പറയുന്നു. അതുപോലെ തന്നെ പത്രോസ് അവസാനിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവീയമായിട്ടുള്ള സമാധാനമാണ്. ദൈവത്തിലായിരിക്കുന്ന ആ സമാധാനം, അത് വലിയൊരു വിഷയമാണ്. അത് നമുക്ക് അനുഭവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ പറയുന്നു, എല്ലാവർക്കും ആ സമാധാനം ആശംസിച്ചുകൊണ്ട് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് പത്രോസ് ഓർപ്പിക്കുന്നത്, ദിവ്യമായ സമാധാനത്താൽ ദൈവം നിങ്ങളെ കാക്കപ്പെടുമാറാകട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു, അവൻ സമാധാന പ്രഭുവാണ്. യേശു ക്രിസ്തു ആരാണ്? സമാധാന പ്രഭുവാണ്. ഈ സമാധാന പ്രഭു ആയിരിക്കുന്നതുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തു സമാധാന പ്രഭു ആയിരിക്കുന്നുണ്ട്. ആ ദൈവീയ സമാധാനം നമുക്ക് ആവശ്യമായിരിക്കുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൈവീയ സമാധാനത്തെ നിറയപ്പെട്ടവരായി നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തികച്ചും ഈ 1 പത്രോസിൻ്റെ ലേഖനം വളരെ നല്ല ഒരു പഠനമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വ്യക്തിപരമായി പഠിക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്കതുപോലെ പ്രയോജനമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങളേറെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.